ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന് രാജ്യത്ത് വർണ്ണാഭ തുടക്കം. യജ്ഞം രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ അദ്ദേഹം ദേശീയ പതാക ഉയർത്തി. ഹർ ഘർ തിരങ്ക യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂവർണം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചത് നൽകാനുള്ള പ്രചോദനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര പോരാളികൾ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്വിറ്റ് ഇന്ത്യ സമര ധീരർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കിയുള്ള ഇന്ത്യ പോസ്റ്റിന്റെ തപാൽ മുദ്രയും പ്രത്യേക കവറും നാളെ പുറത്തിറക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രകാശനം ചെയ്യും. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. പുരസ്കാരങ്ങൾ ഈ മാസം 17-ന് മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് വിതരണം ചെയ്യും. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ഗോത്രവർഗ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കയർ മേഖലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും സഹകരണം ആവശ്യമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കയറിന് ഒരു കൈത്താങ്ങ്, ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നല്ല ഇനം ചകിരി കുറഞ്ഞ വിലയിൽ സംഘങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് പഠിച്ചതായും ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചകിരി ഉത്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി C ശിവകുമാറിന്റെ അവയവങ്ങൾ ഇനി 5 പേർക്ക് പുതുജീവനേകും. പരേതന്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തിന് ആരോഗ്യമന്ത്രി K മുരളീധരൻ ആദരമറിയിച്ചു. കേസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പഞ്ചസാരയുടെ സംഭരണം, ആവശ്യകത, ഉത്പാദന നിലവാരം എന്നിവ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പൊതുവിതരണ വകുപ്പ് സെക്രട്ടറിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 1,25,00,000-ലധികം വീടുകൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. 1 കോടിയിലധികം വീടുകൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയതായും ഭവന നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തി. സൗദി ഡ്രോണുകൾ യമന്റെ വ്യോമമേഖല ലംഘിച്ചതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് ഹൂത്തി വക്താവ് പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ നടക്കുന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം മഹാരാജൻ അർമുഖ പാണ്ഡിന് വെള്ളി മെഡൽ. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിലാണ് നേട്ടം. കഠിനാധ്വാനവും അർപ്പണബോധവും അച്ചടക്കവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃക്കാക്കരയിൽ PT തോമസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മൈസൂരു ബംഗളൂരു ദേശീയപാതയിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ഡ്രൈവർ മിഥിലാജിന്റെയും കണ്ടക്ടർ അരുണിന്റെയും ഭൗതികദേഹങ്ങൾ സംസ്കരിച്ചു. മിഥിലാജിന്റെ സംസ്കാരം കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലും അരുണിന്റേത് മാവൂർ റോഡ് ശ്മശാനത്തിലുമാണ് നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.